നെങ്ങത്തടിച്ച് കരയാന്നൊക്കെ പറയില്ലേ, പോലെ വയറ്റത്തടിച്ച് കരയുന്ന ഒരു സമയമാണല്ലോ നമ്മള് പെണ്ണുങ്ങൾക്ക് മാസത്തിൽ 2-3 ദിവസം. ആ ദിവസങ്ങൾക്കൂടെ കടന്നു പോകുമ്പോ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ എനിക്ക് ഒരു പ്രശ്നമില്ല. പുറത്ത് എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബേജാറാ, പ്രത്യേകിച്ച് 2ാമത്തെ ദിവസമൊക്കെ കേട്ടോ. കഴിവതും ഞാൻ എല്ലാ യാത്രകളും ഒഴിവാക്കലാണ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ. പക്ഷെ ഒഴിച്ചുകൂടാനാവാത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. സത്യം പറഞ്ഞാൽ എവർടീന്റെ പീരിയഡ് കെയർ സാനിറ്ററി പാഡ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ആ വക ടെൻഷൻസ് എനിക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. എനിക്കറിയാലോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതെന്താ എപ്പോഴും കാണിക്കണ വെച്ചാ എനിക്കത് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അത് എന്നെമാരുള്ളവർക്ക് ഉപകാരപ്രദം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ വീഡിയോ എപ്പോഴും ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഇത് വലിയ പാക്കറ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീട്ടിലൊക്കെ വരുമ്പോ ഇങ്ങനെ കൊടുക്കലുണ്ട്. കാരണം ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവര് മേടിച്ചോളും, അത്രയും നല്ലതാണ്. അതുകൊണ്ട് അപ്പൊ ഇത് കഴിഞ്ഞെന്നോർത്ത് ഞാൻ വലിയൊരു പാക്കറ്റും കൂടി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അലമാര തുറന്നു നോക്കിയപ്പോ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഓർമ്മക്കമ്മി നല്ല പ്രശ്നമാണ്, എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല, ഞാൻ കഴിഞ്ഞെന്ന് ഓർത്തായിരുന്നേ. അപ്പൊ ഞാനിത് അതിന്ന് ഒരു പാഡ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓൾറെഡി കണ്ടവർക്ക് ഇതറിയാം ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു തിക്നെസ്സും അതുപോലെ എന്തോരം ക്വാണ്ടിറ്റി വെള്ളമൊക്കെ ഇത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, പുറത്തോട്ട് ലീക്ക് ആവാണ്ട് എന്നൊക്കെ. പക്ഷെ പുതുതായിട്ടൊക്കെ ആരെങ്കിലും കാണുവാണെങ്കിൽ അവർക്കും കൂടെ മനസ്സിലായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു പാഡ് വന്നിട്ട് നല്ല നീളമുണ്ട്. അതായത് ഈ ഒരു പാഡ് തന്നെ 320 mm ലെങ്ത് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല തിക്കും ഉണ്ട്. പിന്നെ നമ്മള് ഇതിലോട്ട് എന്തോരം നനവ് വന്നാലും ശരി ഇതിന്റെ ഒരു ടോപ്പ് ലെയർ വന്നിട്ട് പെട്ടെന്ന് ഡ്രൈ ആവും. അതുകൊണ്ട് ഈർപ്പം ബാധിച്ച് അതുമൂലം ഉണ്ടാവുന്ന ഇൻഫെക്ഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതൊക്കെയാണല്ലോ നമുക്ക് പാഡുകൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഓവർഫ്ലോ ആകുമ്പോഴത്തേക്കും ഒത്തിരി നേരം യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് എല്ലായ്പ്പോഴും ഇപ്പോ പാഡ് ചേഞ്ച് ചെയ്യാൻ പറ്റിക്കോണമെന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനുകളിൽ എവർടീനിന്റെ സാനിറ്ററി പാഡ്സ് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാനിത് നമ്മൾ യൂസ് ചെയ്തതിന്റെ ഒരു ഇതിലാണ് നിങ്ങളടുത്ത് പറയുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല തിക്ക് ഉണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മളിപ്പോ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു പരിവാ. ചില പാഡൊക്കെയാണ് ഇങ്ങനെ പതിങ്ങി നിൽക്കുമല്ലോ, നല്ലൊരു കട്ടിയായിട്ട് തന്നെയാണ് ഇതിരിക്കുന്നത് കേട്ടോ. പിന്നെ ടോപ്പ് ലെയർ വന്നിട്ട് കോട്ടൺ കോട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാവുകയും ചെയ്യില്ല. നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്തേ നമുക്ക് ചിലപ്പോ ഇങ്ങനെ അടിക്കടി പാഡ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത സന്ദർഭമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള നീളവും അതുപോലെ അത്യാവശ്യം തിക്കൊക്കെയുള്ള പാഡുകളായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ എപ്പോഴും സ്കൂൾ കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യും ഇതുപോലെയുള്ള പാഡുകൾ. കാരണം ചെറിയ പാഡൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമുക്ക് 2 പാഡ് യൂസ് ചെയ്യേണ്ടി വരും. എന്താന്ന് വെച്ചാൽ അത്രയും ലെങ്ത് കിട്ടാത്തത് കൊണ്ട്. എവർടീനിന്റെ സാനിറ്ററി പാഡ്സ് നല്ല ലെങ്ത് ഉള്ള കാരണം കൊണ്ട് നമുക്ക് ആ വിധത്തിലുള്ള യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല. പിന്നെ വീതിയുണ്ട്, നല്ല തിക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പതിപ്പിച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഇളകി ചുരുണ്ടുകൂടി അങ്ങനത്തെ ഇഷ്യൂകളും ഈ ഒരു പാഡിന് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ മിക്കവാറും കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. സ്കൂളിലൊക്കെ ഇങ്ങനെ ചടങ്ങിയിരിക്കുമല്ലോ, അപ്പൊ ഇതുപോലുള്ള പാഡ്സ് ആയിരിക്കും നല്ല ഹെൽപ്പ് ആവും അവർക്ക്. ഹെവി ഫ്ലോ ഉള്ള അന്നും അതെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇത് നോക്കി അത്രമേൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് പുറത്തോട്ട് ലീക്കൊന്നും ആവാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ ഞാൻ ഇതിങ്ങനെ തൂക്കി പിടിക്കുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ നമ്മളതിങ്ങനെ കയ്യിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്ത് വെക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഈർപ്പം വരുന്നില്ല. അതിന് കാരണം ഈ പാഡുകളുടെ ടോപ്പ് ലെയർ എപ്പോഴും ഡ്രൈ ആവും, പെട്ടെന്ന് ഡ്രൈ ആവും. ആ കാരണം കൊണ്ടാണ് നമ്മുടെ മേലോട്ട് ആ ഒരു വെള്ളം ഒട്ടും തന്നെ ആവാത്തത്. അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഈ പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ സോഫ്റ്റ് സ്കിൻ ആവുമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയാസിൽ റാഷസ് മറ്റ് അലർജി പ്രശ്നങ്ങളോ ഒന്നും വരില്ല, മുറിയൊന്നും ആവില്ല. ഈ ഒരു ഭാഗം ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ വലിഞ്ഞിരിക്കുന്നത് കൊണ്ട്. ഇപ്പൊ ഇത്രമേൽ വെള്ളം ഉണ്ടായിട്ടും ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വെള്ളം പുറത്തോട്ട് വരുന്നില്ലല്ലോ. അത്രയും കട്ടിയും നീളമൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒക്കെ പ്രൊഡക്ട്സ് വേണമെങ്കിൽ, ഇതുപോലെ എവർടീനിന്റെ പീരിയഡ് കെയർ സാനിറ്ററി പാഡ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ. എല്ലാ പ്ലാറ്റ്ഫോമിലും ഇതുപോലെയുള്ള എല്ലാ പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പാഡുകൾ മേടിക്കുമ്പോഴത്തേക്കും അതിന്റെ കമ്പനികൾ നല്ല രീതിയിൽ കെയർ ചെയ്യുക. കാരണം നമ്മൾ ചിലപ്പോൾ ഇതേ കളറിലുള്ളത് തന്നെ വേറെയും കാണുമ്പോൾ പെട്ടെന്ന് വണ്ടി കയറി അത് ഓർഡർ ആക്കരുത്. പേര് ശ്രദ്ധിക്കുക. പാക്കറ്റിന് നമുക്ക് വേറെയും കളർ ഉണ്ട്, പക്ഷെ പേര് ഇത് തന്നെയാണ്, എവർടീൻ പീരിയഡ് കെയർ സാനിറ്ററി പാഡ്സ്. അത് കാണുവാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് നേരിട്ടിട്ട് ആ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തുന്നതാണ് മേടിക്കാൻ എളുപ്പമാണ്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പോ നമ്മുടെ വീഡിയോയിൽ അല്ലാണ്ട് ചില സമയത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ശ്രദ്ധിച്ചോട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. ഈ വലിയ പാക്കറ്റിന്റെ ഉള്ളില് 40 കൂടുകളിലായിട്ട് പാഡുകൾ വെവ്വേറെ നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലൊക്കെ പോവാന്ന് വെച്ചോ അപ്പൊ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, നല്ല സുഖമാണ്. അപ്പൊ അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകണം, അപ്പൊ ഞാൻ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ പോണത് വലിയ ദൂരത്തേക്കൊന്നല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാഡ് കയ്യിൽ കരുതണമെന്നേ ഇല്ല, ഇത്രയും ലെങ്ത് ഉള്ള പാഡാണല്ലോ നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളത്. പക്ഷെ ഞാൻ വെറുതെ 2 എണ്ണം
ബാഗിലൊന്നിട്ട് കാണിക്കുകയാണ്. 2 3 4 ഒക്കെ നമുക്ക് ബാഗിലാക്കാം. കാരണം നല്ല എന്താ പറയാ മെല്ലിച്ചൊരു പാക്കറ്റ് ആണിത്. ഒരുപാട് വണ്ണമായി തിക്കോ ആയിട്ടൊന്നും വെച്ചല്ല. അപ്പൊ നമ്മുടെ ബാഗിന്റെ അടുത്ത് സ്പേസ് ഒന്നും ഒട്ടും പോവില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഈ പാഡിന്റെ കവർ തുറന്ന് അതിന് 2 3 പാഡ് നമ്മള് എങ്ങടെയും പോകുമ്പോ കൊണ്ടുവന്ന് വെക്കുക. അത് കവറിൽ പൊതിയാൻ നിൽക്കണം, കവറിൽ ഇടാൻ നിൽക്കണം. ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇത് തന്നെ കവറിലായതുകൊണ്ട് ഇതിൽ പൊടിയോ മറ്റ് ബാഗിലൊക്കെ ഉള്ള അഴുക്കോ ഒന്നും ആവൂല കേട്ടോ. നേരെ മറിച്ച് നമ്മളെ ബാഗിലുള്ള പൊടിയും അങ്ങനെയുള്ള അഴുക്കൊക്കെ ആയി കഴിഞ്ഞാലും ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആവുമല്ലോ. അപ്പൊ നമുക്ക് നീറ്റായി ധൈര്യമായിട്ട് യൂസ് ചെയ്യാമെന്നാ പറയുന്നത് നമ്മുടെ എവർടീന്റെ പീരിയഡ് കെയർ സാനിറ്ററി പാഡ്സ്. അപ്പൊ ഓക്കെ, ടാറ്റ ബൈ ബൈ. ഞാൻ പോയിട്ട് വരെ. ഞാൻ എന്തായാലും പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ XXL ആയ 40 പാഡുകൾ അടങ്ങണ ഈ വലിയ എവർടീന്റെ പീരിയഡ് കെയർ സാനിറ്ററി പാഡ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടാഗ് ചെയ്ത പ്രൊഡക്റ്റ് കയറുക, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക. എന്നിട്ട് എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നമ്മുടെ ഈ വീഡിയോയുടെ കമന്റിൽ വന്നിട്ട് പറഞ്ഞേക്കണേ. നമുക്കറിയാലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. പിന്നെ ഇത് ആരും അറിയാൻ പാടില്ലാത്തയും പറയാൻ പാടില്ലാത്തയും ആയെന്ന് കരുതുന്നവര് ലീവ് ഇറ്റ്.